കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷ്ണുവിനെ ജാമ്യത്തിലിറക്കാൻ ഇനി കളക്ടർ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുവാണ് ഭാമയും അർജുനും. അതിനായിട്ട് കളക്ടറെ നേരിട്ട് ചെന്ന് കാണാൻ കളക്ടറേറ്റിലേക്ക് വണ്ടിയെടുക്കാൻ പറയുവാണ് ഭാമ. പിന്നീട് കാണിക്കുന്നത് കളക്ടറേറ്റിൻ്റെ മുമ്പിലെത്തിയ ഭാമേനെയും അർജുനെയുമാണ്. ഈ സമയം അങ്ങോട്ടേക്ക് പുതിയതായിട്ട് ചാർജ് എടുത്ത മേയർ എത്തുവാണ്. അപ്പോൾ മേയർ സ്വീകരിക്കാനായിട്ട് എല്ലാവരും ചുറ്റും വട്ടം കൂടി നിൽക്കുവാണ്. മേയറിൻ്റെ കാറെത്തുമ്പോഴേക്കും ഞങ്ങളുടെ മുത്ത് മേയർ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഓരോരുത്തരെ വിളിച്ചു കൂവി പറയുവാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് ഭാമയും അർജുനും അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയം കാറിൽ നിന്ന് ആദ്യം ഇറങ്ങുവാണ് ജഗദീപ് കുമാർ. നല്ല ഗെറ്റപ്പിലൊക്കെ ഇറങ്ങി വരുവാണ്. പിന്നാലെ തന്നെ സുസ്മിതയും പുതിയൊരു ലുക്കിലൊക്കെ ഇറങ്ങി വരുവാണ് കേട്ടോ. അങ്ങനെ പുതിയതായിട്ട് വന്ന മേയർ എല്ലാവരും കൂടി സ്വീകരിക്കുവാണ്. സുസ്മിത അങ്ങനെ മേയറായി വന്നത് കാണുമ്പോൾ ഭാമയും അർജുനും ഒന്നും ഞെട്ടിപ്പോകുന്നുണ്ട്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക. വിഷ്ണു ജയിലിൽ പോകാനുള്ള കാരണം സുസ്മിത തന്നെയാണെന്ന് അവരുറപ്പിക്കുവാണ്. അത് കാണുന്ന ഭാമ അർജുനോട് പറയണേണ്, അർജുനെ, കാറ്റ് ദിശ മാറ്റി വീശി തുടങ്ങി, ഞാഞ്ഞൂളുകളും തലപൊക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതൊരു പെരുമഴക്കാലത്തിന് തുടക്കമാണ്. ഈ സമയം ഭാമയുടെ അരികിലേക്ക് ചെല്ലുന്ന സുസ്മിത ഭാമയെ വെല്ലുവിളിക്കുന്നുണ്ട്. എന്താ ഭാമാൻറ്റി? ഓ, കളക്ടറേറ്റിൻ്റെ മുമ്പിൽ വന്നത് കളക്ടറെ കാണാനായിരിക്കുമല്ലേ? ഭാമാൻറ്റിയുടെ പ്രിയപുത്രൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണല്ലോ. രക്ഷപ്പെടുത്താൻ സഹായിക്കാൻ വന്നതായിരിക്കും. ഒരു കാര്യമില്ല, ഇപ്പോൾ ഈ കളക്ടറേറ്റൊക്കെ സുസ്മിതയുടെ കയ്യിലാണ്. വേണമെങ്കിൽ ആൻറ്റി എൻ്റെ കാലൊന്ന് പിടിച്ചു നോക്ക്. എൻ്റെ മനസ്സലിഞ്ഞ ഞാൻ വേണമെങ്കിൽ അമ്മാവനോട് വിഷ്ണുവേട്ടനെ വിട്ടേക്കാൻ പറയാം. എന്താ? അങ്ങനെ സുസ്മിതയുടെ ഈ വാക്കുകളൊക്കെ കേട്ട് ഭാമക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ കലിപൂട്ടി നിൽക്കുന്ന ഭാമയാണ് പ്രമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്